സിനിമയിൽ അത്ര പരിചിതമല്ലാത്ത സയൻസ് ഫിക്ഷൻ ഏലിയൻ കോമഡി എന്ന വേറിട്ട പരീക്ഷണവുമായി നീരജ് മാധവും അൽതാഫ് സലീമും ഒന്നിക്കുന്ന പുതിയ ചിത്രം പ്ലൂട്ടോയുടെ വിശേഷങ്ങൾ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയാവുകയാണ്. ചിത്രത്തിന്റെ കൗതുകമുണർത്തുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയതോടെ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർന്നു. ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു പക്ക ഫൺ എന്റർടൈനർ ആയിരിക്കുമെന്ന സൂചനയാണ് ആദ്യ പോസ്റ്ററിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. നിവിൻ പോളിയെ നായകനാക്കി ബിഗ് ബഡ്ജറ്റ് ഫാന്റസി ചിത്രം മൾട്ടിവേഴ്സ് മന്മഥൻ പ്രഖ്യാപിച്ച ശ്രദ്ധേയനായ ആദിത്യൻ ചന്ദ്രശേഖറിന്റെ രണ്ടാമത്തെ ചിത്രമാണിത്. എങ്കിലും ചന്ദ്രിക എന്ന തന്റെ ആദ്യ ചിത്രത്തിലൂടെ സിനിമാ ലോകത്ത് ചുവടുറപ്പിച്ച ആദിത്യൻ കരിക്ക് എന്ന പ്രശസ്തമായ വെബ് സീരീസിലൂടെയാണ് മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയത്. അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവായ ശൈലിയും ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന രീതിയും പ്ലൂട്ടോയിലും പ്രതിഫലിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണം അൽതാഫ് സലീം ഒരു ഏലിയൻ അഥവാ അനുഗ്രഹ ജീവിയുടെ വേഷത്തിൽ എത്തുന്നു എന്നതാണ്. പോസ്റ്ററിൽ അൽതാഫിന്റെ അതീവ വ്യത്യസ്തമായ ലുക്ക് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു. മനുഷ്യലോകത്തേക്ക് യാദൃശികമായി എത്തുന്ന ഒരു ഏലിയനും അതിനെ തുടർന്നുണ്ടാകുന്ന രസകരമായ അബദ്ധങ്ങളും തമാശകളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം എന്ന് സൂചനകളുണ്ട്. സാധാരണഗതിയിൽ ഗൗരവകരമായ അവതരണങ്ങൾ ഉണ്ടാകാറുള്ള സയൻസ് ഫിക്ഷൻ ഗണത്തിലേക്ക് കോമഡി കൂടി ചേർത്ത് വെക്കുമ്പോൾ അതൊരു വലിയ സിനിമ അനുഭവമായിരിക്കുമെന്നത് ഉറപ്പാണ്. നീരജ് മാധവ് അൽതാഫ് സലീം കോംബോയുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. നീരജിന്റെ എനർജറ്റിക് പ്രകടനവും അൽതാഫിന്റെ സ്ലോ പേസിലുള്ള ഡെലിവറിയും ചിത്രത്തിന് കൂടുതൽ മിഴിവേകും. ഓർക്കിഡ് ഫിലിപ്സ് ഇന്റർനാഷണലിന്റെ ബാനറിൽ രജു കുമാർ, രശ്മി രജു എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ കാസ്റ്റിംഗ് പരിശോധിച്ചാൽ മലയാളത്തിലെ മികച്ച ഒരു പിടി താരങ്ങളെ ഇതിൽ കാണാനും സാധിക്കും. അജു വർഗീസ്, ആർഷ ബേജു, ദിനേശ് പ്രഭാകർ, വിനീത് തട്ടിൽ, സുബിൻ ടാർസൻ, നിഹാൽ, സഹീർ മുഹമ്മദ്, തുഷാര പിള്ള, സച്ചിൻ ജോസഫ്, നിംന ഫത്തോമി തുടങ്ങിയ വലിയൊരു താരനിര തന്നെ പ്ലൂട്ടോയിൽ അണിനിരങ്ങുന്നുണ്ട്. അജു വർഗീസ്, ആർഷ ബൈജു, ദിനേശ് പ്രഭാകർ, വിനീത് തട്ടിൽ, സുബിൻ ടാർസൻ, നിഹാൽ, സഹീർ മുഹമ്മദ്, തുഷാര പിള്ള, സച്ചിൻ ജോസഫ്, നിംന ഫത്തോമി തുടങ്ങിയ വലിയൊരു താരനിര തന്നെ പ്ലൂട്ടോയിൽ അണിനിരക്കുന്നുണ്ട്. ഓരോ കഥാപാത്രങ്ങൾക്കും കൃത്യമായി പ്രാധാന്യമുള്ള ഒരു സ്ക്രിപ്റ്റാണ് ചിത്രത്തിനായി നിയാസ് മുഹമ്മദ് തയ്യാറാക്കിയിരിക്കുന്നത്. മലയാളത്തിൽ മുമ്പ് ഇത്തരം അന്യഗ്രഹ ജീവി കഥകൾ അധികം പരീക്ഷിക്കപ്പെടാത്തതിനാൽ പ്ലൂട്ടോ ഒരു ട്രെൻഡ് സെന്റർ ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. സാങ്കേതിക വശങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തിക്കൊണ്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. വിഷ്ണു ധർമ്മയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ദൃശ്യഭംഗിക്കൊപ്പം തന്നെ ഒരു സയൻസ് ഫിക്ഷൻ ചിത്രത്തിന് ആവശ്യമായ വിഷ്വൽ എഫക്ട്സുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഫ്ലൈയിങ് പ്ലൂട്ടോ എന്ന ഏജൻസിയാണ് ചിത്രത്തിന്റെ VFX വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. അർക്കാഡോ സംഗീത സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് സനത് ശിവരാജനാണ് നടത്തുന്നത്. ക്രിയേറ്റീവ് പ്രൊഡ്യൂസർമാരായ അൻദു സുരേഷും കിഷോർ ആർ കൃഷ്ണനും ചേർന്ന് ചിത്രത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ജയകൃഷ്ണൻ RK ആണ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ഒരു സയൻസ് ഫിക്ഷൻ കോമഡി ചിത്രമായതിനാൽ തന്നെ സൗണ്ട് ഡിസൈനിങ്ങിലും മിക്സിംഗിലും മികച്ച നിലവാരം പുലർത്താൻ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. ശങ്കരൻ AS, KC സിദ്ധാർത്ഥൻ എന്നിവരാണ് സൗണ്ട് ഡിസൈനറായിട്ട് നിർവഹിച്ചിരിക്കുന്നത്. വിഷ്ണു സുജാതൻ സൗണ്ട് മിക്സിംഗും നൽകും. മേക്കപ്പ് വിഭാഗത്തിൽ റോണക്സ് സേവ്യറും കോസ്റ്റ്യൂം ഡിസൈനിങ് സ്റ്റെഫി സേവ്യറും തങ്ങളുടെ വൈവിധ്യം തെളിയിച്ചിരിക്കുന്നു. അൽതാഫിന്റെ ഏലിയൻ ലുക്ക് ഇത്രയധികം ചർച്ചയാവാൻ ഈ രണ്ട് വിഭാഗങ്ങളുടെയും പ്രയത്നം വലുതാണ്. ആക്ഷൻ രംഗങ്ങൾക്കായി എപ്പിയൻസ് ടീമാണ് സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. സണ്ണി താഴുതല ഫിനാൻസ് കൺട്രോളറായും അമൽ C സദർ സ്റ്റിൽസ് വിഭാഗത്തിലും പ്രവർത്തിക്കുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർ ജവേദ് ചെമ്പു, പ്രൊഡക്ഷൻ മാനേജർ പക്കു കരുത്തറയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ രാഖിലാണ്. അർജുനൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറും നൌഫൽ സലീം അസോസിയേറ്റ് ഡയറക്ടറും ആദ്യത്തിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ പബ്ലിസിറ്റി ഡിസൈനുകൾ തയ്യാറാക്കിയിരിക്കുന്നത് 10 Point ആണ്. ആദിത്യൻ ചന്ദ്രശേഖറിന്റെ കരിക്ക് സീസണുകളിൽ ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്കും ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന സിനിമാ പ്രേമികൾക്കും ഒരുപോലെ തൃപ്തി നൽകുന്ന രീതിയിലായിരിക്കും പ്ലൂട്ടോയുടെ അവതരണം. മലയാള സിനിമയിൽ പുതുമയുള്ള ആശയങ്ങൾ പരീക്ഷിക്കപ്പെടാൻ തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ പ്ലൂട്ടോ തീർച്ചയായും വലിയൊരു ചർച്ചാ വിഷയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തിയാൽ എന്തൊക്കെ സംഭവിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് നിലവിലുള്ള സങ്കല്പങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വിനോദ ചിത്രമായിരിക്കും ഇതെന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നിന്നുള്ള സൂചന നൽകുന്നു.